തന്റെ പ്രവചനങ്ങളാൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ സ്ത്രീകളിൽ ഒരാളാണ് ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്ക. അവരുടെ 90% പ്രവചനങ്ങളും യാഥാർത്ഥ്യമായിട്ടുണ്ട്. സെപ്റ്റംബർ 11 ഭീകരാക്രമണം, ബറാക് ഒബാമയുടെ പ്രസിഡന്റ് പദവി തുടങ്ങി ലോകമഹായുദ്ധങ്ങളെക്കുറിച്ചും ബാബ വാങ്ക പ്രവചിച്ചിട്ടുണ്ട്. 1996 വാങ്ക മരണപ്പെട്ടെങ്കിലും അവരുടെ പ്രവചനങ്ങൾ ഇന്നും ചർച്ചാ വിഷയമായി മാറുകയാണ്. 2025 ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ലോകാവസാനത്തെക്കുറിച്ചും കൃത്യമായ വർഷങ്ങളും അവർ പ്രവചിച്ചിട്ടാണ് പോയത്. 2025 ലോകാവസാനം ആരംഭിക്കും. 2025 മുതൽ മനുഷ്യകുലം ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റപ്പെടും. 2025 യൂറോപ്പിലെ വലിയ സംഘർഷവും 2170 ഭൂമിയിലെ ജനസംഖ്യ ഗണ്യമായി കുറയും. 2170 ഭൂമിയിലെ നല്ലൊരു ശതമാനവും വരൾച്ച അനുഭവിക്കും. 3005 ചൊവ്വയിൽ യുദ്ധമുണ്ടാകും. 3797 ഭൂമിയിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാവും. 5079 ഭൂമി അവസാനിക്കും എന്നാണ് 2025 കുറിച്ചും ഭൂമിയുടെ അവസാനത്തെക്കുറിച്ചുമുള്ള വാങ്കയുടെ പ്രവചനങ്ങൾ. രണ്ടാം ലോക മഹായുദ്ധം, സോവിയറ്റ് യൂണിയൻ, ചെർണോബിൽ ദുരന്തം, സ്റ്റാലിൻ, ഡയാന രാജകുമാരി, സാർ ബോറിസ് മൂന്നാമൻ എന്നിവരുടെ മരണത്തീയതി, റഷ്യൻ അന്തർവാഹിനി മുങ്ങിയത്, കിഴക്കൻ ബൾഗേറിയയിൽ 1985 ഭൂകമ്പം, US-ൽ സെപ്റ്റംബർ 11 ആക്രമണം, 2004 സുനാമി എന്നിവ ബാബ വാങ്ക പ്രവചിച്ചത് സത്യമായി പോയി. ബാബ വാങ്ക എന്നറിയപ്പെടുന്ന വാഞ്ചേലിയ പാണ്ഡവ് ഗുഷ്ടെറോവ നടത്തിയ പ്രവചനങ്ങളിൽ ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾ ആകൃഷ്ടരാണ്. അവരെ പിന്തുടരുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ട് ഇപ്പോൾ. എന്നാൽ ഇനി പറയുന്നത് ജപ്പാനിലെ പുതിയൊരു ബാബ വാങ്കയെ കുറിച്ചാണ്. അവരും ബാബ വാങ്ക എന്നറിയപ്പെടുന്ന ഒരു ജാപ്പനീസ് മാങ്ക കലാകാരിയായ റിയോ തൽസുഗിയാണ്. അവരും ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവയിൽ ചിലത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. വാസ്തവത്തിൽ അവരുടെ പ്രവചനങ്ങളെ അസ്വസ്ഥമാക്കുന്ന വിധം കാര്യങ്ങളെല്ലാം നീങ്ങുന്നുണ്ട്. ഒരു റിപ്പോർട്ട് അനുസരിച്ച് അവരുടെ ചില പ്രവചനങ്ങൾ വ്യാപകമായ ആശങ്കകളും ഉത്കണ്ഠകളും സൃഷ്ടിക്കുന്നുണ്ട്. ഇതൊക്കെ ജപ്പാനിലേക്കുള്ള യാത്ര റദ്ദാക്കുകയും ചെയ്യുന്നുണ്ട്. 2025 ജൂലൈ സംഭവിക്കുന്ന ഒരു വലിയ ദുരന്തത്തെക്കുറിച്ചാണ് അവർ പ്രവചിച്ചിരിക്കുന്നത്. ഈ പ്രവചനത്തിന് പുറമെ 2011 ഭൂകമ്പവും പ്രമുഖ വ്യക്തികളുടെ മരണവും റിയോ തൽസുഗി പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഈ ഏറ്റവും പുതിയ പ്രവചനം നിരവധി യാത്രക്കാരെ അവരുടെ യാത്രാ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത് തടഞ്ഞിരിക്കുകയാണ്. ജൂലൈ അടുക്കുമ്പോൾ ബുക്കിംഗിൽ ഗണ്യമായ കുറവ് ട്രാവൽ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. അതിന്റെ ആഘാതം യാത്രാ വ്യവസായത്തിലും അനുഭവപ്പെടുന്നുണ്ട്. ഒരു ജാപ്പനീസ് മക്കാഗ അല്ലെങ്കിൽ മാംക കലാകാരിയാണ് റിയോ തൽസുഗി. നടന്നതും സംഭവിക്കാൻ പോകുന്നതുമായ നിരവധി സംഭവങ്ങൾ പ്രവചിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. 1970കളിലാണ് റിയോ തൽസുഗി തന്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിച്ചത്. 1980കളിൽ തന്റെ സാധാരണ സ്വപ്നങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായതും പ്രവചനാതീതമാണെന്നും തനിക്ക് തോന്നിയതോടെയാണ് ഒരു കൂട്ടം സ്വപ്നങ്ങൾ അവൾ ലോകത്തേക്ക് പങ്കുവച്ചത്. തന്റെ അടുത്ത ആളുകളുമായി അവൾ കുറച്ച് കാര്യങ്ങൾ പങ്കിടാൻ തുടങ്ങി. കുറിപ്പുകളും നിരീക്ഷണങ്ങളും നടത്തി. എന്നാൽ അന്ന് അവളെ ആരും ഗൗരവത്തോടെ കണ്ടില്ല. 1999 ദി ഫ്യൂച്ചർ ഐ സോ എന്ന തന്റെ പുസ്തകത്തിന്റെ പ്രകാശനത്തോടെയാണ് തൽസുഗി ശ്രദ്ധാകേന്ദ്രമായി മാറിയത്. വർഷങ്ങളായി അവൾ അനുഭവിച്ചതായി അവകാശപ്പെടുന്ന സ്വപ്നങ്ങളും ഒരു ശേഖരണമാണ് ദ ഫ്യൂച്ചർ ഐ സോ. ഈ പുസ്തകം അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും തൽസുഗിയുടെ നിരവധി പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ജപ്പാനിലും മറ്റു സ്ഥലങ്ങളിലും അവർക്ക് ധാരാളം അനുയായികളുണ്ട്. അവരുടെ ഏറ്റവും പ്രശസ്തമായ പ്രവചനങ്ങളിൽ ഒന്നാണ് 2011 മാർച്ചിൽ ജപ്പാനിലെ വടക്കൻ തൊഹോക്കു മേഖലയിൽ ഉണ്ടാകുന്ന ഭീകരമായ ഭൂകമ്പവും സുനാമിയും. 18,000-ലധികം പേർ കൊല്ലപ്പെടുകയും ഫുകുഷിക ആണവ പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്തു. ഇത് സംഭവിച്ചത് തൽസുഗി പ്രവചിച്ച അതേ മാസത്തിലും വർഷത്തിലുമാണ്. പ്രശസ്ത ബ്രിട്ടീഷ് റോക്ക് ബാൻഡ് ക്വീനിലെ അംഗമായ ഫ്രെഡി മെർക്കുറിയുടെ മരണത്തെക്കുറിച്ചും അവരുടെ പുസ്തകം പറയുന്നുണ്ട്. 2025 ജൂലൈയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വിനാശകരമായ സംഭവത്തെക്കുറിച്ച് റിയോ ശക്തമായ മുന്നറിയിപ്പ് നൽകി. 2021 പ്രസിദ്ധീകരിച്ച ദ ഫ്യൂച്ചർ ഐ സോയുടെ പുതുക്കിയ പതിപ്പിൽ പരാമർശിക്കുന്നുണ്ട്. ജപ്പാനും ഫിലിപ്പീൻസും തമ്മിൽ രൂപപ്പെടുന്ന ഒരു വലിയ
കടലിനടിയിലെ വിള്ളലിനെ കുറിച്ചും 2011 സുനാമിയിൽ കണ്ടെത്തിയതിനെ കുറിച്ചുമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. CNN ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു. ജപ്പാനിലെ സമുദ്രങ്ങൾ തിളച്ചുമറിയുന്നത് സംബന്ധിച്ച അസ്വസ്ഥത പരത്തുന്ന വാക്കുകളും അവര് പ്രവചിച്ചിട്ടുണ്ട്. ഇത് ചിലർ വെള്ളത്തിനടിയിലുള്ള അഗ്നിപർവ്വത സ്ഫോടനത്തെയായും വലിയ ഭൂകമ്പവുമായി അവർ സൂചിപ്പിക്കുന്നു, അങ്ങനെ വ്യാഖ്യാനിക്കുന്നതുമുണ്ട്. ജപ്പാൻ, ഇന്തോനേഷ്യ, തായ്വാൻ, വടക്കൻ മരിയാന ദ്വീപുകൾ എന്നിവയെ ബന്ധിപ്പിക്കുന്ന വജ്രത്തിന്റെ ആകൃതിയിലുള്ള പ്രദേശമാണ് ഈ പ്രഭവ കേന്ദ്രമെന്ന് കണക്കാക്കുന്നു. പസഫിക് സമുദ്രത്തിന്റെ ഈ ഭാഗം അതിന്റെ തീവ്രമായ ഭൂമിശാസ്ത്ര പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ടതാണ്. ഈ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പദ്ധതിയിടുന്നവരാണെങ്കിൽ ഈ പ്രവചനം ഭയക്കേണ്ട ഒരു കാര്യമാണ്. ജപ്പാനിലേക്ക് യാത്ര ചെയ്യാൻ തയ്യാറെടുക്കുന്ന വിനോദസഞ്ചാരികളിൽ ഭൂരിഭാഗവും യാത്രാ സ്വഭാവത്തെ സാരമായി സ്വാധീനിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. ഈസ്റ്റർ അവധിക്കാലത്ത് ജപ്പാനിലേക്കുള്ള ബുക്കിംഗുകൾ 50% കുറവെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭയപ്പെടുത്തുന്ന തീയതി അടുക്കുമ്പോൾ ഈ പ്രവണത തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അവർ പറഞ്ഞു. ടോക്കിയോയിലെ ചൈനീസ് എംബസിയിൽ നിന്നും സമീപകാല ഉപദേശങ്ങൾ തൽസുഗിയുടെ പ്രവചനത്തെക്കുറിച്ചും ആശങ്കകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. CNN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2025 ഏപ്രിൽ ചൈനീസ് എംബസി ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. അതിൽ ജപ്പാനിലെ ചൈനീസ് പൗരന്മാർ പ്രകൃതി ദുരന്തത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പാണ് നൽകിയത്. ഈ ഉപദേശം യാത്രക്കാരിൽ ഭയം കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് യാത്രാ നിരക്കിലും അതുപോലെ യാത്രാ സംവിധാനത്തിലും ഇത്രയും വലിയൊരു ഇടിവ് സംഭവിച്ചിരിക്കുന്നത്.